രാവിലെ എല്ലാരും കൂടി എൻ്റെ അടുത്ത് വഴക്കിട്ടു. എല്ലാരും കൂടി നിന്റെ അടുത്ത് വഴക്ക് കൂടിയെന്നാ? നീ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. ബെസ്റ്റ്. അതൊന്നുമല്ല, രാവിലെ അവി മീനും കൂടി എന്തോ കാര്യത്തിന് തർക്കമായി. ബാക്കി രണ്ടാരും കൂടെ ഓരോ സൈഡ് പിടിച്ചു. അങ്ങനെ വലിയ ബഹളമായപ്പോൾ ഞാൻ അകത്ത് പോയി ബഹളം വെക്കാൻ പറഞ്ഞു. അതിന് മീനു എന്നോട് ഇതിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞു. ഇത്രയുള്ള അതിനാണ് ഇത്ര വലിയ മൂഡ് ഓഫ്. ഇത് മൂഡ് ഓഫ് ആണുള്ള പ്രശ്നമില്ലേ? ഓ എടാ, അവി മീനും കൂടി ചിലപ്പോ വഴക്കൊക്കെ ഉണ്ടാക്കിന്നിരിക്കും. അന്നും പറഞ്ഞ് നമ്മളത് ഏറ്റുപിടിക്കാൻ പാടുണ്ടാ? ഞാൻ ഏറ്റുപിടിച്ചില്ലല്ലോ, മറ്റൊരു രണ്ടുപേരും കൂടി ഏറ്റുപിടിച്ചത്. അത് പറഞ്ഞാൽ അവരെല്ലാം കൂടി എന്നെ ഒറ്റപ്പെടുത്തി. ഇനി അവർക്ക് എന്നെ ഇഷ്ടമായിരിക്കില്ലേ? നീ എന്തൊക്കെയാ പറയണേ? നീ ആ ഓറഞ്ച് തിന്നേ. അല്ലേ പിന്നെ അവർ വഴക്കുണ്ടാക്കുമ്പോൾ പുറത്ത് വെക്കണ്ടെന്ന് വിചാരിച്ചത് അതാണോ കുറ്റം? എടാ, വഴക്കുണ്ടാക്കണ നേരത്തെ ഇതാരെങ്കിലും ചിന്തിക്കുവോ? നീ മിണ്ടാതിരിക്കണോണ്ട് നീ കൂളായിട്ട് ചിന്തിച്ച്. ഞാനെപ്പോഴും കൂളായവരുടെ എല്ലാ ഫ്രസ്ട്രേഷനും എന്നോട് തീർക്കാം. പിന്നെ അതങ്ങനെയൊന്നുമല്ല, എനിക്ക് അറിഞ്ഞൂടെ അവരെ. എനിക്കറിയാമെന്ന് വിചാരിച്ചത്. എനിക്കിനി ആരെയും കാണണ്ട. ഞാൻ മിക്കവാറും ഇവിടെ എവിടെയെങ്കിലും കിടക്കും. നീ ഒന്ന് പോടച്ചേക്ക, അവന്റെ ഒരു സങ്കടം. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്തായാലും ഇപ്പൊ പോണില്ലല്ലോ, നീ എന്റെ കൂടെ വാ, ഞാൻ നിനക്ക് കുറച്ച് പണി തരാം. എനിക്കൊന്നും വയ്യ. അന്നൊരു കാര്യം ചെയ്യ്, നീ ആ ഓറഞ്ചിന് പൈസ കൊടുത്തേ. അയ്യോ, കാശില്ല. വാ എണീക്ക്. അവിടെ പണിയൊന്നുമില്ലടേക്ക, നീ അവിടെ വന്ന് എനിക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞോണ്ട് നിൽക്കല്ല. നടക്ക് നടക്ക്. താനിവിടെ എങ്ങുമല്ലേ? എന്ത് പറ്റി അവിനാഷ്? ആകെ മൂഡ് ഓഫ് ആണല്ലോ. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട കേട്ടോ. ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ ഇറങ്ങിയപ്പോൾ മീനാക്ഷിയായിട്ട് ചെറിയൊരു ഫൈറ്റ്. താങ്ക്സ്. ഒരു പ്രാവശ്യമെങ്കിലും ജയിക്കേണ്ട ഫിറോ. ഇതെന്തിനീ പൈസ? ഞങ്ങൾ നേരത്തെ ഒരു പെറ്റ് വെച്ചായിരുന്നു. നീ മീനാക്ഷിയായിട്ട് അടിയുണ്ടാക്കിയിട്ടാ വന്നേക്കണേന്നും പറഞ്ഞ്. അതിൻ്റെ മൂഡ് ഓഫ് ആണെന്ന് നിനക്കൊന്നും പറഞ്ഞായിരുന്നു പെറ്റ്. എന്നത്തെ പോലെ ഞാൻ തന്നെ ശരി. ഇതെന്നെ കുഴപ്പം. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണോ? എങ്ങനെയാണോന്ന്? അല്ല, ഈ ഞങ്ങളാണ് എപ്പോഴും ശരിയെന്ന്. ഞാൻ എട്ടിലും ഇവളെ 6ലും പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രേമ ഞങ്ങളുടെ. അന്ന് മുതൽ ഇവളുടെ വിചാരം ഇവളാ ശരിയെന്ന്. ഓ മൈ ഗോഡ്, അത് മാത്രം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, അപ്പോൾ നിങ്ങൾ അടികൂടാറില്ലേ? ദിവസവും മാക്സിമം 2 തവണ. അത് കഴിഞ്ഞാൽ ഭയങ്കര ബോറാ. പക്ഷെ ഞാൻ വിട്ടു കൊടുക്കാറില്ല. എപ്പോഴും സോറി ഞാൻ തന്നെ പറയണം. സ്നേഹിച്ച് കൊഞ്ചിച്ച് ഞാൻ തന്നെ വഷളാക്കിയതാ. സെയിം ഹിയർ. എടോ, താൻ കുറച്ച് ഫോട്ടോസ് മീനാക്ഷിയുടെ അവൾക്ക് കാണിച്ചു കൊടുത്തു. കാണിക്കടോ? കാണിച്ചു കൊടുക്കും. ഓക്കെ. ചുന്ദരിയാണല്ലോ. ഞാനൊരു കോൾ ചെയ്തിട്ട് ഇപ്പോൾ വരാം. ഓക്കെ. ഫിറോ, നിങ്ങളുടെ സൈക്കോളജിക്കൽ മൂവ് കൊള്ളാട്ടാ. താങ്ക് യു. ഒരു ബ്രൗണിങ് കൂടെ പറയട്ടെ. മൈൻഡ് റീഡിങ്. ചേട്ടാ, എന്താ പറ്റി എല്ലാവർക്കും? സെയിം ഓൾഡ് തിങ്സ്, നത്തിങ് ന്യൂ ഇൻ ഇറ്റ്. ഇതും വെച്ചിട്ടാണ് സിറ്റിയിലെ നമ്പർ 1 കമ്പനി ആകാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ. ഐ തിങ്ക് യു ഗൈസ് ആർ ലൂസിങ് ഫോക്കസ് യാർ. മനോജ്, താനൊന്ന് മോണിറ്റർ ചെയ്യണില്ലേ? സർ, ആക്ച്വലി ഇവിടെ പലരും നല്ല ഉഴപ്പാണ്. അതിൻ്റെ റിപ്പോർട്ട് ഞാൻ തരുന്നുണ്ട്. ബട്ട് ഒരു പ്രസൻറ്റേഷൻ കൂടെ സാർ, അത് ലക്കിയുടെ പ്ലാനാണ്. ലക്കി ഒന്ന് പ്രസൻറ്റേഷൻ കൊടുക്കും. അതും കൂടെ സാർ ഒന്ന് കേട്ടു നോക്കണം. ഓക്കെ, ഗോ ഓൺ. വെള്ളൻ മനോജ്, തൻ്റെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണ്. താങ്ക് യു സർ. ലക്കി, നല്ല കോൺസെപ്റ്റ്, നല്ല ഉഗ്രനായിട്ട് പ്രസൻറ്റ് ചെയ്തു. ലക്കി, താങ്ക് യു സോ മച്ച് സർ. ആക്ച്വലി ഈ കോൺസെപ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്തതല്ല. പിന്നെ ഈ കോൺസെപ്റ്റ് മീനാക്ഷിയുടെയാണ്. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തെന്ന് മാത്രം. അല്ല, മീനാക്ഷി പ്രസന്റ് ചെയ്യാണ്ടിരുന്നത് അത് അവൾക്ക് സുഖമില്ലായിരുന്നു സാർ. ഒരു രാവിലെ തുടങ്ങിയതാ, ഇതുവരെ ശരിയായിട്ടില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എനിവേസ്, യു ഹാഡ് ഡൺ എ വണ്ടർഫുൾ ജോബ്. താങ്ക് യു സർ. മീനാക്ഷി ഈ പ്രൊജക്ട് ചെയ്തിട്ടല്ലേ സർ? തനിക്ക് ആരാ വേണ്ട വെച്ചാൽ തന്റെ ടീമിലേക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട്. നന്നായി സമയം എടുത്ത് ആലോചിച്ചിട്ട് മതി, ഓക്കെ? ഓ ആ പിന്നെ തരുമ്പോ നല്ല ഒരെണ്ണം തരണേ. ഐ ആം സോ എക്സൈറ്റഡ്. യാ വെൽക്കം. എന്തിനാണ് ഈ വെറുതെ ടെൻഷൻ അടിപ്പിച്ചേ? ആ അതെന്താന്നറിയോ, ഇന്ന് നിന്റെ മൂഡ് തീരെ ശരിയല്ലായിരുന്നു. ഈ മൂഡ് വെച്ച് കേറിയിരുന്നെങ്കിലേ മൊത്തം കൊളായേനെ. അപ്പോഴാണ് ആ കോന്തൻ മനോജ് ഒരു ഐഡിയ ആയിട്ട് ഇറങ്ങിയത്. ഞാൻ അതിന്റെ മുകളിലൊരു ഐഡിയ ഇറക്കിയതാ. അവൻ നമ്മളോടാ ഡിവൈഡ് ആൻഡ് റൂൾ. അതന്നെ എന്റെ ലക്കിയുടെ അടുത്ത് അവന്റെ നമ്പർ. അയ്യേടാ, എന്നാലും അവൾക്കൊരു സോറി പറയാൻ പറ്റില്ല. എന്നിട്ട് അവളൊരു സോറി പറയണ്ട നോക്കിയേ. സോറി പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടാ. ഞാൻ എംഡിയോട് പറയാൻ പോവാ. കൊച്ചിയിൽ തിരിച്ചെത്തിയ ഉടനെ സുനില് അവൻ കണ്ടെത്തിയ കാര്യങ്ങൾ കംപ്ലീറ്റ് വീണയായിട്ട് ഷെയർ ചെയ്യുന്നു. വീണ അതിനവനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ വിവരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിച്ച് വില്ലനെ അറസ്റ്റ് ചെയ്യിക്കണം എന്ന് പറയുമ്പോൾ സാറിപ്പം ഞെട്ടാൻ പോവാണ്. സുനിൽ സമ്മതിക്കുന്നില്ല. അത് നന്നായി. അപ്പൊ വില്ലനെ അറസ്റ്റ് ചെയ്യണ്ടേ? എടോ, ഈ വില്ല എനിക്ക് വർക്കൗട്ട് ആവുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഏതൊരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെ അയാളും ചെയ്യുന്നു. ഏയ്, അങ്ങനെ തെറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ വില്ലൻ ഭയങ്കര ക്രൂരനാണ്. അതൊക്കെ ആയിരിക്കും. പക്ഷെ തൻ്റെ വില്ലൻ വളരെ പോസിറ്റീവായിട്ടും നന്മയുടെ പ്രതീകമായിട്ടും ഒക്കെയാ തോന്നുന്നു. എന്താ ദേഷ്യം വരുന്നുണ്ടോ? ദേഷ്യല്ല സാർ, സന്തോഷമാണ്. ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ വില്ലനെ പറ്റി ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ പറയുന്നത്. എടോ, വില്ലനായാലും നല്ലത് ചെയ്താൽ നല്ലത് പറയണം. അയ്യോ, നല്ലത് ചെയ്യുന്നതായിട്ടാണോ തോന്നുന്നത്? അതെ. അതായത് അപ്പം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു റൂത്ത്ലെസ് കിട്ടിയിട്ടില്ല അല്ലേ? ഇല്ല. ഞാൻ ഒന്നും കൂടെ വർക്ക് ചെയ്തിട്ട് ഈ വില്ലനെ നല്ല ക്രൂരനായൊരു വൃത്തികെട്ടവനാക്കി മാറ്റും. എന്നിട്ട് സാറിനോട് ഒന്നും കൂടെ കഥ പറയും. എനിക്കൊരൊറ്റ ലക്ഷ്യമുള്ളൂ, സാർ കാർക്കിച്ച് തുപ്പണം. തൊപ്പിയിരിക്കണം. എന്നെയല്ല. എടോ, വില്ലനെ. വില്ലനെ വില്ലനെ കൊണ്ട് അങ്ങനെ ആ ഇവിടെ ലേഡീസ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. അതിന് അല്ല, ചോദിച്ചേ ഉള്ളൂ. മൊത്തത്തിലുള്ള വൃത്തിയൊക്കെ കണ്ടിട്ട്. താൻ റൈറ്ററാന്ന് ഞാൻ ഗസ് ചെയ്തില്ലേ, അതുപോലെ. താങ്ക് യു സർ. താങ്ക്സ്. അവിടെ നിൽക്കട്ടെ. പടം പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. താങ്ക്സ് പറഞ്ഞ അതിനല്ല. പിന്നെ സാറ് ഈ വീട്ടിലെ കുട്ടികളെ പറ്റിയേ വല്ല ഊളവർത്താനും പറഞ്ഞിരുന്ന കഥയും കാവടിയായിട്ടൊക്കെ ഇവിടെ തീർന്നേനെ. മനസ്സിലായില്ലേ? സാർ അത് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് താങ്ക്സ്. പിന്നെ സാർ ചോദിച്ചതിൻ്റെ ഉത്തരം, എൻ്റെ 2 പെങ്ങന്മാരാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ 2 ഫ്രണ്ട്സും ഉണ്ട്. കഥ പറയാം. വില്ലനെ ഞാൻ ക്രൂരനാക്കും സാർ. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഞാൻ ഭയങ്കര നല്ലവനാണ്. അതാണ് എനിക്ക് ഈ സിനിമയിലൊന്നും ഗതി പിടിക്കാത്തത്. അതൊക്കെ ശരിയാവൂടോ. ആണോ? ഉറപ്പ്. അപ്പൊ തന്നെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ വരും. അവരൊക്കെ ഒരു 1 മണിക്കൂറിനകത്ത് ഓരോരുത്തരാ വന്നു തുടങ്ങും. അപ്പൊ അടുത്തത് എന്താ പരിപാടി? പരിപാടി വിറ്റാണ്. ഇന്ന് രാവിലെ ഒരു കാര്യമില്ലാണ് 1 2 പറഞ്ഞ് എല്ലാവരും തമ്മിൽ തെറ്റി. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വിളിച്ചിട്ടേ ഇല്ല. അപ്പൊ സോൾവ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് ആയിട്ടൊന്ന് കുക്ക് ചെയ്താലോ എന്നുള്ള ചിന്തയിലാണ്. താൻ കുക്ക് ചെയ്യും? കുക്ക് ചെയ്യും, അത്യാവശ്യം തെറ്റില്ലാതെ അടിപൊളിയായിട്ടൊക്കെ ചെയ്യും. എന്നാ വാടോ, ഞാനും കൂടാ. സാറിന് അതൊരു ബുദ്ധിമുട്ടാവില്ല? അത് എന്ത് ബുദ്ധിമുട്ട്? അത് മാത്രമല്ല, ഞാൻ ഒരു സ്പെഷ്യൽ ഡിഷും ഉണ്ടാക്കി തരാം. ആദ്യമായിട്ടാണ് ഒരു പ്രൊഡ്യൂസർ എനിക്ക് കുക്ക് ചെയ്ത് തരാന്നൊക്കെ പറയുന്നത്. സ്നേഹമുള്ളവർക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന ഒരു സന്തോഷമല്ലേ ഉള്ളൂ. സാർ മൊത്തത്തിൽ ഫീൽ ഗുഡിന്റെ ആളാണല്ലേ. എന്നാ വെൽക്കം. എന്തോ ആളുകൾക്ക് ഇഷ്ടമാണ്. അയ്യേ